CA, CMA, CS ഈ 3 കോഴ്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു സംശയമാണ്. ഈ സംശയം കൂടുതലായിട്ട് പാരൻസ് ആണ് ചോദിക്കാറുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം CAക്ക് ആയാലും ഈ 3 കോഴ്സുകൾക്ക്, ഈ 3 പ്രൊഫഷണൽ കോഴ്സുകൾക്കും 2 റൂട്ടുണ്ട്. ഒന്ന് ഡയറക്റ്റ് എൻട്രി റൂട്ട് എന്ന് പറയും, മറ്റൊന്ന് ഫൗണ്ടേഷൻ റൂട്ട് എന്ന് പറയും. ഡയറക്റ്റ് എൻട്രി റൂട്ട് എല്ലാവർക്കും അറിയുന്ന പോലെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് ഫൗണ്ടേഷൻ കോഴ്സ് അവോയ്ഡ് ചെയ്തിട്ട്, കാരണം ഫൗണ്ടേഷൻ കോഴ്സ് എക്സംപ്റ്റഡ് ആണ്. ഫൗണ്ടേഷൻ റൂട്ട് എന്ന് പറയുന്നത് +2 കഴിഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് CAക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈ 3 പ്രൊഫഷണൽ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന റൂട്ടാണ് ഫൗണ്ടേഷൻ റൂട്ട് എന്ന് പറയുക. ഞാൻ ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫൗണ്ടേഷൻ റൂട്ടിൽ 10th ക്ലാസ് കഴിഞ്ഞ് ഏതൊരു കുട്ടിക്ക്, ഏത് സ്ട്രീം ആയാലും, സയൻസ് ആയാലും കോമേഴ്സ് ആയാലും, 10th ക്ലാസ് കഴിഞ്ഞ് +1 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ കോഴ്സിന് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഫൗണ്ടേഷൻ രജിസ്റ്റർ ചെയ്യുന്നു, സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടുന്നു, നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ചൊക്കെ തുടങ്ങാം വേണമെങ്കിൽ, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് നിങ്ങളുടെ എക്സാംസ് വരുന്നത് +2ൻ്റെ ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് മെയ് എക്സാം ആണ്. വർഷത്തിൽ 3 എക്സാമാണ് ഫൗണ്ടേഷനുള്ളത്: മെയ്, സെപ്റ്റംബർ, ജനുവരി. അപ്പോൾ അതിൽ ഫസ്റ്റ് എക്സാം നിങ്ങൾക്ക് എഴുതാൻ പറ്റുക മെയ് എക്സാമാണ്. മെയ് എക്സാം എഴുതുമ്പോൾ ഒരു പ്രശ്നമുള്ളത്, മെയ് എക്സാം തന്നെ പാസ്സാവണമെന്ന് നിർബന്ധമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ ബോർഡ് എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് അതിൽ ഫോക്കസ് ചെയ്ത് എക്സാം മാർച്ച് എൻഡോടുകൂടി കഴിയുന്നു. പിന്നെ ഏപ്രിൽ, മാർച്ച് കഴിഞ്ഞിട്ട് ഏപ്രിൽ ഒരു മാസം കൊണ്ട് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കണം മെയ് എക്സാം എഴുതാൻ പോവുക. അത് അത്ര കണ്ട് പ്രാക്ടിക്കലി പോസിബിൾ അല്ല, പക്ഷെ പല കുട്ടികളും പാസ്സാവാറുമുണ്ട്. അപ്പോൾ സാധാരണ എല്ലാവരും ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട്, കാരണം മാർച്ച് എക്സാം കഴിഞ്ഞിട്ട് ഏപ്രിൽ ഫസ്റ്റ് വീക്ക് തന്നെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് പഠിച്ച് മെയ് ഒന്ന് എക്സാം ട്രൈ ചെയ്ത് നോക്കുന്നു. അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ എക്സാമാണ് മെയിനായിട്ട് എഴുതുക. അപ്പോൾ അവർക്ക് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഒരു 4-5 മാസം കൊണ്ട് തന്നെ ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റും. ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻ്റർമീഡിയറ്റിന് രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യുക. ഇൻ്റർമീഡിയറ്റ് ശരിക്കും 8 months സ്റ്റഡി പീരീഡാണുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 8 months to 1 year ടൈം എടുക്കുക. ഇൻ്റർമീഡിയറ്റ് ബോത്ത് ഗ്രൂപ്പ്സ് പാസ്സാവുന്നു. അത് കഴിഞ്ഞ് 2 വർഷത്തെ ആർട്ടിക്കിൾഷിപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫൈനൽ എക്സാംസ് വരികയാണ്. ഫൈനൽ എക്സാംസ് ക്ലിയർ ചെയ്യുന്നു, CA ക്വാളിഫൈ ചെയ്യുന്നു. ഇതാണ് ഫൗണ്ടേഷൻ റൂട്ട് വരിക. നേരെ മറിച്ച് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് എൻട്രി റൂട്ട് എന്ന് പറയുന്നത്, നിങ്ങൾ +2 കഴിയുന്നു, 3 വർഷം അല്ലെങ്കിൽ 3 to 4 years ഡിഗ്രി അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ എക്സംപ്റ്റഡ് ആണ്. പണ്ട് ഡയറക്റ്റ് എൻട്രി റൂട്ടിൽ നേരിട്ട് CA ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുകയാണ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഇൻ്റർമീഡിയറ്റ് പഠിക്കുക, എക്സാം എഴുതുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിന് പകരമായിട്ട് സ്കീം ചേഞ്ചായി. പുതിയ സ്കീം അനുസരിച്ച് ഡിഗ്രി കഴിഞ്ഞ് വരുന്ന കുട്ടികളും ഇൻ്റർമീഡിയറ്റിന് രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യുക. ഇൻ്റർമീഡിയറ്റിന് രജിസ്റ്റർ ചെയ്ത് ഈ 8 months സ്റ്റഡി പീരീഡിൽ പഠിച്ച് ഇൻ്റർമീഡിയറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് ആർട്ടിക്കിൾഷിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഫൈനൽസ് ഫൗണ്ടേഷൻ റൂട്ട് പോലെ തന്നെ ചെയ്തു പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഉള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒരു 3 years ഡിലേ അവിടെ വരികയാണ് ചെയ്യുക. 3 years അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മിനിമം 2.5 years ഡിലേ ഫൗണ്ടേഷൻ റൂട്ടും ഗ്രാജുവേഷൻ സ്ട്രീമും തമ്മിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നോർമലി ഫൗണ്ടേഷൻ റൂട്ട് തന്നെയാണ് വെൽ പ്ലാൻഡ് ആയിട്ട് CA കോഴ്സിന് അപ്രോച്ച് ചെയ്യുന്ന കുട്ടികൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നോർമലി അഡ്വൈസ് ചെയ്യാറുള്ളത്. പക്ഷെ അപ്പോൾ വരുന്ന കൺസേൺസ് ഇതാണ്, പാരൻസിൻ്റെ സൈഡിൽ നിന്ന് നോർമലി വരാറുള്ള കൺസേൺസ് ഇതാണ്. ഒരു ഡിഗ്രി എങ്കിലും ഇല്ലെങ്കിൽ ലൈഫ് എന്താവും, അല്ലെങ്കിൽ കുട്ടികൾക്ക് CA പോലുള്ളൊരു കോഴ്സൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് മെച്യൂരിറ്റി വേണ്ടേ, അതൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഒരു ഡിഗ്രിയൊക്കെ ചെയ്ത് കഴിഞ്ഞാലല്ലേ പറ്റുള്ളൂ. പിന്നെ ഇവർക്ക് ഇതിനെയൊക്കെ അപ്രോച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി വന്നിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരവ് ഇത്രയാണ്: ഒരു ഡിഗ്രി എങ്കിലും ഇല്ലെങ്കിൽ എന്താവും എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഒരുപാട് റെലവൻ്റ് അല്ല, അത് നമുക്കറിയാം. കാരണം ഡിഗ്രി മാത്രം ഉണ്ടായിട്ട് ഒന്നും സംഭവിക്കുന്നില്ല, എല്ലാവരും ഗ്രാജുവേറ്റ്സ് ആണ്. ഡിഗ്രിയുടെ കൂടെ പ്രൊഫഷണൽ കോഴ്സ് വേണം. പക്ഷെ എന്നിരുന്നാലും ഒരു ഡിഗ്രിയും വേണം. കാരണം അത് ഇപ്പോൾ ഞങ്ങൾ പല PSUസിലേക്ക് നമ്മൾ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണെങ്കിലും അവർ പറയാറുണ്ട് ബേസിക് ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ വേണമെന്നുള്ളത്. അപ്പോൾ അത് വേണം. അതിന് സാധാരണ കുട്ടികൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ റൂട്ടിൽ വരുന്നു, ഇൻ്റർമീഡിയറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പല യൂണിവേഴ്സിറ്റീസും ഗ്രാജുവേഷൻ പ്രൈവറ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ഫുൾ ടൈം റെഗുലർ കോഴ്സായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് പ്രൈവറ്റായിട്ട് ചെയ്യാം. നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ CA പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഗ്രാജുവേഷൻ ക്ലിയർ ചെയ്യും.
CA പാസ്സായില്ലെങ്കിലും ഗ്രാജുവേഷൻ നല്ല മാർക്കോടുകൂടി പാസ്സാകും എന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ ഗ്രാജുവേഷന് വേണ്ടി ഒരു 3 ഇയേഴ്സ് ഡെഡിക്കേറ്റഡ് ആയിട്ട് മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. CA ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഗ്രാജുവേഷനും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. മറ്റൊന്ന് മെച്യൂരിറ്റിയുടെ കേസാണ്. ഞാൻ ഇത്രയും നാളും കുട്ടികളെ കണ്ടിരിക്കുന്നതിൽ മനസ്സിലാക്കിയിരിക്കുന്നത് +2 കഴിഞ്ഞ് ആ ഒരു സിസ്റ്റത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന കുട്ടികൾ വളരെ വേഗത്തിൽ പാസ്സാവുന്നുണ്ട്. നേരെ മറിച്ച് ഡിഗ്രി ഒരു 3 വർഷം റെഗുലർ കോളേജിലേക്ക് ചെയ്തു വരുമ്പോഴേക്കും കുട്ടികൾ കുറച്ചുകൂടി കംഫർട്ട് സോണിലേക്ക് മൂവ് ചെയ്യുന്നു. അത്രയും അങ്ങ് സീരിയസ് ആവുന്നില്ല. കാരണം അവർ 3 വർഷം നല്ലൊരു സുന്ദരമായ ജീവിതമായിരിക്കും കോളേജിൽ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ പഠനത്തിന് ഒരു ഒരു സെക്കൻഡറി ലെവലിലേക്കായിരിക്കും അവർ പഠനത്തിലേക്ക് കണ്ടിട്ടുണ്ടാവുക. അങ്ങനെ വന്നിട്ട് CA പോലുള്ളൊരു കോഴ്സിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചേഞ്ച് വരുമ്പോൾ അവർക്കത് പലപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാറില്ല. അതുകൊണ്ട് ഒരു 3-4-5 മാസം എടുക്കും CAയിലേക്ക് തന്നെ എത്താനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയും ഒരു ഡിലേ സംഭവിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നോർമലി റെക്കമെൻഡ് ചെയ്യുക, ഫൗണ്ടേഷൻ റൂട്ട് എടുക്കുക. വെൽ പ്ലാൻഡ് ആയിട്ട് നിങ്ങൾക്ക് കൂടെ വേണമെങ്കിൽ ഡിഗ്രി പ്രൈവറ്റായിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഈ 3 കോഴ്സുകളും അഡീഷണൽ കോഴ്സ് അലൗ ചെയ്യുന്നുണ്ട്. അപ്പോൾ പല കുട്ടികളും ഡിഗ്രി കൂടെ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഡ്യുവൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷന് വേണ്ടി പലരും CAയുടെ കൂടെ കമ്പനി സെക്രട്ടറി, CMA എന്ന് പറയുന്ന കോഴ്സുകളും ചെയ്യാറുണ്ട്. അപ്പോൾ ഐഡിയൽ അഡ്വൈസ് ഇതാണ്: ഫൗണ്ടേഷൻ റൂട്ട് സെലക്ട് ചെയ്യുക, അതിൻ്റെ കൂടെ ഡിഗ്രി ചെയ്യുക, CAയും ഡിഗ്രിയും ഒരുമിച്ച് പാസ്സാവുക. ഇത് തന്നെയാണ് എപ്പോഴും റെക്കമെൻഡഡ് ആയിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ കുട്ടികളെ തന്നെത്താനെ ടേക്ക് കെയർ ചെയ്തോളും എന്ന് അവരിൽ വിശ്വസിക്കുക. ഇത്രയേ പാരൻസിനോട് പറയാനുള്ളൂ. താങ്ക് യു.